സംസ്ഥാനം നേരിടുന്ന അതിതീവ്ര പ്രളയക്കെടുതികൾക്കിടയിലും തനിക്കെതിരെ CPM-ഉം ഇടത് സൈബർ വിങ്ങും ഉയർത്തുന്ന രാഷ്ട്രീയ പ്രകോപനങ്ങൾക്കും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരിക്കുന്നത്. ദുരന്തമുഖത്ത് ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് പ്രതിപക്ഷവും CPM നേതൃത്വവും ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ച, വിരുന്ന് സൽക്കാരം, ഹെലികോപ്റ്റർ യാത്ര തുടങ്ങിയ വിഷയങ്ങളിൽ CPM ഉന്നയിച്ച ഓരോ കള്ളപ്രചാരണങ്ങളുടെയും മുനയൊടിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി എന്ന് പറയുന്നത്. വയനാട് ചൂരന്മല ദുരന്ത പശ്ചാത്തലത്തിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രളയ സാഹചര്യങ്ങളിലും UDF ജനപ്രതിനിധികളും പ്രവർത്തകരും സജീവമായിട്ട് രംഗത്തുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ദുരന്ത സമയത്ത് ഫോട്ടോ എടുത്ത് നടക്കാനോ ജനക്കൂട്ടത്തെ സൃഷ്ടിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാനോ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. ഔദ്യോഗിക സംവിധാനങ്ങളെയും ജനപ്രതിനിധികളെയും കൃത്യമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് താൻ ചെയ്യേണ്ട ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള ചെളിവാരി എറിയലുകൾക്ക് ഈ ദുരന്ത സമയത്ത് താൻ ഇല്ല എന്നും, എന്നാൽ ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തി മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ഏകോപനത്തിൽ വീഴ്ച പറ്റി എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ ആരോപണത്തിന് ഔദ്യോഗിക കണക്കുകൾ നിരത്തിയാണ് ഈ VD സതീശൻ മറുപടി നൽകിയത്. നിലവിൽ സംസ്ഥാനത്തിലുടനീളം 316-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലേ വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പുലർച്ചെ 5 മണി മുതൽ അർദ്ധരാത്രി വരെ കൺട്രോൾ റൂമുകളിലും ഉദ്യോഗസ്ഥ തലത്തിലും നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ദുരന്ത സ്ഥലങ്ങളിൽ പോയി ഉദ്യോഗസ്ഥരുടെയും രക്ഷാപ്രവർത്തകരുടെയും വിലപ്പെട്ട സമയം കളയാൻ താൻ തയ്യാറല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി മലപ്പുറം പൊന്നാനിയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ വീട്ടിൽ പോയി വിരുന്ന് കഴിച്ചു എന്ന പേരിൽ CPM സൈബർ സഖാക്കൾ നടത്തുന്ന പ്രചാരണങ്ങളെ അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കടുത്ത ദുരന്ത സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഒരു നേരം ആഹാരം കഴിച്ചതിനെ പോലും ഇത്ര ക്രൂരമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നത് CPM-ന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാണിക്കുന്നത് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. അർദ്ധരാത്രി മുഴുവൻ പ്രളയ പ്രതിസന്ധി കൈകാര്യം ചെയ്ത ശേഷം വൈകുന്നേരം 3 മണിയോടെയാണ് താൻ ആഹാരം കഴിച്ചത്. വിശന്നപ്പോൾ ഭക്ഷണം കഴിച്ചത് താൻ ചെയ്ത വലിയ തെറ്റായി പോയി എന്ന് സതീശൻ പരിഹാസ രൂപേണ മറുപടി നൽകി. ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുന്ന ഫോട്ടോ വെച്ച് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടത്താൻ മടിക്കാത്ത തരത്തിലേക്ക് CPM തരം താണു പോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്! എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ഹെലികോപ്റ്റർ വിഷയം. അതിലും കൃത്യമായിട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി കൊടുത്തത്. എയർ ആംബുലൻസിനും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഔദ്യോഗിക ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വയം കുടുംബകാര്യങ്ങൾക്കായിട്ട് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ ദുരുപയോഗം ചെയ്തു എന്ന CPM ആരോപണത്തെയാണ് അദ്ദേഹം പൊളിച്ചടുക്കിയത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകനത്തിലും വ്യോമമാർഗമുള്ള നിരീക്ഷണങ്ങൾക്കുമായാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് പ്രളയമുണ്ടായ കാലത്ത് ഹെലികോപ്റ്റർ യാത്രകളെ ചൊല്ലി മുൻ മുഖ്യമന്ത്രി
പിണറായി വിജയനെതിരെ ഉയർന്ന വിവാദങ്ങളെയും മുൻ ഇടത് ഭരണകാലത്തെ ഉപവാസ സമരങ്ങളെയും പരോക്ഷമായിട്ട് ട്രോളിക്കൊണ്ടാണ് വി ഡി സതീശൻ ഇതിന് മറുപടി നൽകിയത്. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിക്ക്, രണ്ട് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ₹1 പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ₹1 നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിൽ മാത്രമല്ല, അത് കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സർക്കാർ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. പ്രതിപക്ഷം എപ്പോഴും കളിയാക്കലുകളും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെയും തിരക്കിലാണ്. സർക്കാരിന്റെ നല്ല നീക്കങ്ങൾക്ക് ഒപ്പമില്ല എന്നും പറഞ്ഞു. ക്യാമ്പുകളിൽ കൃത്യമായിട്ട് ഭക്ഷണവും മരുന്നും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ UDF താഴെത്തട്ടിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. സർക്കാരിനെ കണ്ണടച്ച് വിമർശിക്കുകയല്ല, മറിച്ച് ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് താങ്ങാവുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്റെ ഔദ്യോഗിക സന്ദർശനങ്ങൾ എവിടെയൊക്കെ വേണമെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്ത സ്ഥലങ്ങളിൽ വെറുതെ ജനക്കൂട്ടമുണ്ടാക്കി രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും CPMന്റെ വ്യാജ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകാൻ സമയം കളയാതെ ജനങ്ങളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായിട്ടുള്ള ആക്ഷേപങ്ങളിലൂടെ പ്രതിപക്ഷം പ്രതിരോധത്തിലാക്കാൻ ഒരുങ്ങിയതിനെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളും മൂർച്ചയേറിയ മറുപടികളും കൊണ്ട് പൊളിച്ചടുക്കിയത്. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകുമ്പോഴും രാഷ്ട്രീയമായിട്ട് വേട്ടയാടാൻ നോക്കിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും ശക്തമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്.